Next question number 16. A small steel ball is dropped into a long cylinder containing glycerin. Which one of the following is a correct representation of the velocity time graph? ഇത് വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഭയങ്കര മാത്തമാറ്റിക്കൽ പ്രൂഫ് ആവശ്യമില്ല. നമുക്കറിയാവുന്ന പോലെ ഒരു ഫ്ലൂയിഡിലേക്ക് ബോൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തിൽ ആ ഫ്ലൂയിഡിന് ലഭിക്കുന്നത് 3 വെലോസിറ്റികളാണ്. 3 ഫോഴ്സുകളാണ് അയാൾക്ക് ലഭിക്കുന്നത്. അയാളുടെ വെയിറ്റ് ഉണ്ടാവും, ബോയൻ ഫോഴ്സ് ഉണ്ടാവും, ആൻഡ് വിസ്കസ് ഫോഴ്സ് ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം, കുറച്ച് സമയം മൂവ് ചെയ്യുമ്പോഴേക്ക് അയാൾ ടെർമിനൽ സ്പീഡിലാവും. ടെർമിനൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ആ സ്പീഡിലാണ് പിന്നെ അയാൾ മൂവ് ചെയ്യുക. വെയിറ്റിനെ വിസ്കസ് ഫോഴ്സും ബോയൻ ഫോഴ്സും കൂടി ബാലൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ പിന്നെ അയാൾ യൂണിഫോം മോഷനെ തന്നെ തുടരാണ് ചെയ്യുക. അപ്പോൾ ആ കണ്ടീഷൻ നോക്കുമ്പോൾ വെള്ളത്തിൽ ഗ്ലിസറിൽ ഇട്ട സമയത്ത് അയാളുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരും. ദെൻ അത് ടെർമിനൽ സ്പീഡ് അറ്റൈൻ ചെയ്യും, അല്ലേ? ടെർമിനൽ സ്പീഡ് അറ്റൈൻ ചെയ്യും. അങ്ങനെ വരുന്ന മറ്റ് ഗ്രാഫുകളൊന്നും അങ്ങനെയല്ല വരുന്നത്. ഇത് കുറയുന്നു എന്നാണ്. ഇത് നേരെ ഫുൾ ടൈം ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ആദ്യം ഉണ്ടായിട്ട് പിന്നെ കുറയുന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലേക്ക് അറ്റൈൻ ചെയ്യാൻ ചെയ്യുക. ദിസ് ഈസ് ടെർമിനൽ സ്പീഡ്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ.